സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ഉൾപ്പെടെ 5 പേർ കൂടി രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഇപ്പോൾ നിയന്ത്രിച്ചാൽ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ PJ ജോസഫിന് കഴിയുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജി മഞ്ഞക്കടമ്പിൽ പോയപ്പോൾ നേതാക്കൾ ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ മറുപടി. അല്ല, അത്തരത്തിലൊന്നും ഞാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു. എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു. അത് വരും കാലങ്ങളിൽ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച്, നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു. റോഷി മാത്രമല്ലോ, ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഇന്ന് UDF-ലെ നേതാക്കന്മാര് എല്ലാവരും ഈ വിഷയം അറിയണം, ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു. പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചവർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നാണ് പാലായിൽ പോലും കാണാൻ കഴിയുന്നത്. അല്ല, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി PJ ജോസഫിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. PJ ജോസഫിന്റെ CF തോമസിന്റെയും KM മാണി സാറും PJ ജോസഫ് സാറും CF തോമസ് സാറും ചേർന്ന് ഒന്നിപ്പിച്ച കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ ഇനിയെങ്കിലും അവരുടെ തെറ്റ് തിരുത്തി യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തിരിച്ചു വന്നാൽ സജി മഞ്ഞക്കടമ്പലിനെ സ്വീകരിക്കുമെന്ന് PJ ജോസഫും കേരള കോൺഗ്രസ് എമ്മിലേക്ക് ആർക്കും കടന്നുവരാമെന്ന് റോഷി അഗസ്റ്റിനും പറഞ്ഞു. ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞക്കടമ്പൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ടൊരു കാര്യം സജിയും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. കേരള കോൺഗ്രസിൽ ഇന്ന് സ്പേസ് ഉണ്ടല്ലോ, അത് മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല. തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടക മികവ് പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ നിലയിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു. അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയല്ലേ. അതിനിടെ മുൻ MLA-യും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവുമായ PM മാത്യു UDF-നായി പ്രചാരണത്തിനിറങ്ങി.